ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. ഓക്കെ, ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡേഴ്സ് എടുക്കുന്നുണ്ട്, ടെക്സ്ചർ പാക്സ്. ഓക്കെ, ചില ഷെയ്ഡേഴ്സും ഇതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇത് റെഡിക്കും മൈൻക്രാഫ്റ്റ് തന്നെയാണോ, ആ രീതിയിലെ ചേഞ്ചുകൾ വരുന്ന ഷെയ്ഡേഴ്സും ടെക്സ്ചർ പാക്സും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വീഡിയോ മിനിമം 1080p മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കും. ഓക്കെ, എന്നാലും ഈ വീഡിയോൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വെച്ചാൽ ഇതൊക്കെയാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ റിഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ലാപ്ടോപ്പിന് ഈ ടെക്സ്ചർ പാക്സും ഷെയ്ഡർ പാക്ക് താങ്ങാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ ഫസ്റ്റും തൊട്ട് അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡറും ടെക്സ്ചർ പാക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോർമൽ ക്ലാസിക് മൈൻക്രാഫ്റ്റ്, ദ ലെജൻഡറി നോർമൽ ക്ലാസിക് മൈൻക്രാഫ്റ്റ്. ഓക്കെ, ഇതിനെപ്പറ്റി പിന്നെ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഓക്കെ, ദ OG ലെജൻഡറി മൈൻക്രാഫ്റ്റ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതാ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വേൾഡ് എന്നൊക്കെ കണ്ടില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ടെക്സ്ചർ പാക്കും ഷെയ്ഡേഴ്സ് ഒക്കെ ഇടും. ഓക്കെ, നമ്മളെ ഫസ്റ്റത്തെ ഷെയ്ഡർ BSL ഷെയ്ഡർ. ഓക്കെ, ഇതാണ് BSL ഷെയ്ഡേഴ്സ്. ഓക്കെ, എല്ലാം ഞങ്ങൾക്ക് കാണിച്ചാൽ ജസ്റ്റ് ഇതില്ല ട്രീ, ഇതില്ല സ്കൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. BSL ഷെയ്ഡർ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ കുറച്ചൊരു ഫോഗി, ഒരു ഡാർക്ക്, മഴ എപ്പോൾ പെയ്യുന്ന പറഞ്ഞിരിക്കുന്ന പോലെയാണ് മറ്റേ ഇതുള്ളത്. പിന്നെ കണ്ടോ, ഇതിൻ്റെ വാട്ടറൊക്കെ, ഇതിൻ്റെ വാട്ടർ തന്നെ ഞാൻ പറഞ്ഞു മസ്റ്റ് ആയിട്ട് വീഡിയോ 1080p കാണണം, എന്നാലേ മനസ്സിലാവും. ഇതിൻ്റെ വാട്ടറിൻ്റെ ഒക്കെ അനിമേഷൻ കണ്ടോ, ജസ്റ്റ് ഒരു ഗുളു. പക്ഷേ എനിക്കിത് വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതല്ല. ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡറൊക്കെ ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഇതിൻ്റെ വാട്ടറും എല്ലാം കൊള്ളാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ലാവ, ഇത് ക്രീപ്പർ എങ്ങനെ ഉണ്ടോ കേട്ടോ, നോർമൽ മൈൻക്രാഫ്റ്റ് ക്രീപ്പർ. ഓക്കെ, ഇതിൻ്റെ ഡയമണ്ടിൻ്റെ ഓറ്, ഇതിൻ്റെ അയണിൻ്റെ ഓറ്, രണ്ട് ബ്ലോക്കും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിലിപ്പോൾ കണ്ടോ, ഇതിൻ്റെ നെതറുണ്ടോ, ഇതിൻ്റെ നെതറും കൊള്ളാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നെതറിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. അപ്പോൾ ഓക്കെ, BSL ഷെയ്ഡറിൻ്റെ ഉള്ളിൽ തന്നെ നെതർ ഇങ്ങനെ ഉണ്ടാവും, നമ്മളെ ക്ലാസിക് ഫോഗി ആയിട്ടുള്ള ഇത്. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. പക്ഷേ അധികം ദൂരത്തേക്കൊന്നും ഇത് കാണില്ല. കണ്ടോ, അധികം ദൂരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ഫുൾ ഫോഗ് ആയിക്കാരം. പിന്നെ വെച്ചാൽ സാധാരണ ചില നെതറിൻ്റെ ഇതൊക്കെ വെച്ചാൽ ഈ വുഡിൻ്റെ അടുത്ത സാധനമൊക്കെ നമുക്ക് തെള്ളുമോ, പക്ഷേ ഇതിലതില്ല, എഫക്റ്റ് കൊടുത്തില്ല. ഓക്കെ, പക്ഷേ എനിവേ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡേഴ്സ് സ്റ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡറാണ് കോംപ്ലിമെൻ്ററി റീമാജിൻ. വൺ ഓഫ് മൈ ഫേവറേറ്റ്, മൈ സെക്കൻഡ് ബെസ്റ്റ് ഷെയ്ഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്ററി റീമാജിൻ. ഓക്കെ, ഇതിൻ്റെ അയണിൻ്റെയും ഡയമണ്ടിൻ്റെയും ബ്ലോക്കൊക്കെ ശ്രദ്ധിച്ചോ, കുറച്ച് ഗ്ലോവിയാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ എഫക്റ്റ്. ഇതിൻ്റെ വാട്ടറൊക്കെ, ഇതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓവറും ഇല്ല എന്നാൽ പറ്റ മിനിമലും ഇല്ല, അങ്ങനെ ചെയ്ത് വെച്ചുള്ളൂ. ഓക്കെ, ഇതിലെ അയൺ ഗോലം, ഇതൊക്കെ നമ്മൾ നോർമൽ സ്റ്റഫ്, മൈൻക്രാഫ്റ്റ് നോർമൽ സ്റ്റഫ്. നമ്മളിപ്പോൾ ടെക്സ്ചർ പാക്സ് ഒന്നും ആഡ് ചെയ്തില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഗ്രൗണ്ട് ശ്രദ്ധിച്ചോ, ചെറിയൊരു ഷൈനിങ് ഉണ്ട് ജസ്റ്റ്. പക്ഷേ കുറച്ച് നൈസായിട്ട്, കാരണം വെച്ചാൽ ഓവറോൾ മറ്റേ ലുക്ക് നല്ല രീതിക്ക് മാക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് അയൺ ഗോളം നോക്കാം, നമ്മൾ മൈൻക്രാഫ്റ്റ് ട്രെയിലർ അത്രക്കില്ല, ടെക്സ്ചർ പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഇതിൻ്റെ വാട്ടർ നമുക്ക് നോക്കല്ലേ, ഇത് വാട്ടർ കിഡിലായിട്ട് കേട്ടോ. പക്ഷെ ആ ഒഴിക്കില്ല, കാണാൻ രസമുണ്ട്. പക്ഷെ ആ ഒരു ഗിള് പറഞ്ഞ മനസ്സിലായി, അത് നേരത്തെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. BSL അതുണ്ട്, ഇതിൻ്റെ ഉള്ളും കുറച്ച് അത്യാവശ്യം വാട്ടർ അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ളത്. പക്ഷേ മറ്റേ BSL പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ അടിയായിട്ട്. ഓക്കെ, ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ, കാരണം ഇതിൻ്റെ സ്കൈ എല്ലാം കൊള്ളാം. ചതുരത്തിൽ വെച്ചിട്ടുണ്ട് ഇതിൽ സ്കൈ വെച്ചുള്ളത്. ഓക്കെ, നമുക്ക് നെതർ ചെക്ക് ചെയ്യണോ? ഓക്കെ, നെതർ പോയി നോക്കാം. ഓക്കെ, കോംപ്ലിമെൻ്ററി റീമാജിനിങ് നെതർ. ഓക്കെ, ഇതിൽ തന്നെ നെതർ കൊള്ളാം, ഇല്ല പറയാലോ, കാരണം നേരത്തെ പോലെ അത്രക്ക് ഫോഗി അല്ല. പിന്നെ ഇതിലെ കണ്ടോ, ഇതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്തില്ല. കണ്ടോ, ഇപ്പോൾ ഈ വുഡിൻ്റെ അവിടെ എടുത്തുള്ള ആ ഗ്രീൻ കളർ ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഷെയ്ഡറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് മോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡറാണിത്. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ഷെയ്ഡർ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഷെയ്ഡറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡർ, കോംപ്ലിമെൻ്ററി അൺബൗണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡർ. അത് എന്താ ചിലപ്പോൾ പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡർ കോംപ്ലിമെൻ്ററി അൺബൗണ്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഒന്നാമത് പ്രത്യേകം എന്താ പറയുക, ഇതിൻ്റെ ബ്ലോക്സിനൊക്കെ ഡയമണ്ടിനും അയണിനൊക്കെ ചെറിയൊരു ഗ്ലോവിങ് കൊടുത്തിട്ടുണ്ടോ, ശ്രദ്ധിച്ചോ. നേരത്തെ നമ്മൾ റീമാച്ചിൻ്റെ ആ ഒരു ഗ്ലോവിങ് ഇല്ലേ, അപ്പോൾ നൈറ്റ് ആയി തുടങ്ങി കേട്ടോ. ജസ്റ്റ് വെയിറ്റ്, നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വാട്ടർ ശ്രദ്ധിച്ചു നിങ്ങൾ, ഇതിൻ്റെ വാട്ടറിനുണ്ട് ആ ഒരു കറക്റ്റ്, ആ ഒരു അനിമേഷൻ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയും കറക്റ്റായിട്ട് കാണും. അതാണ് കോംപ്ലിമെൻ്ററി അൺബൗണ്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡർ ഇതാണ്. ഓക്കെ, ഇതാണ് കോംപ്ലിമെൻ്ററി അൺബൗണ്ട്. കാരണം ഇതിന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു നല്ലൊരു ടച്ച് ഉണ്ട്, ഒറിജിനൽ മൈൻക്രാഫ്റ്റിന് ഭയങ്കര ടച്ച് ഉണ്ട്. അത് ഒറിജിനൽ മൈൻക്രാഫ്റ്റിനെ ഒട്ടും തന്നെ നശിപ്പിക്കാതെ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡർ. ഓക്കെ, ഇതിലെ ആനിമൽസ് ആവട്ടെ, എല്ലാം ബ്ലോക്സ് ആവട്ടെ, ഇനിയിപ്പോൾ ക്രീപ്പർ ആവട്ടെ, അങ്ങനെ എല്ലാം ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ സ്കൈ എല്ലാം.
മൈ ഫേവറേറ്റ് ഷെയ്ഡർ ഓഫ് ഓൾ ടൈം. ഓക്കെ, കോംപ്ലിമെൻ്ററി അൺബോർഡ്. നിങ്ങളതൊക്കെ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡറാണ് CTMPOH. എന്ത് പേരടെ മര്യാദ. ഓക്കെ, ഇതാണ് ആ ഷെയ്ഡർ. ഓക്കെ, നിങ്ങൾ പേര് ഞാൻ അവിടെ എഴുതി വെച്ചേക്കാം, അത് നോക്കി വായിച്ചു. ഓക്കെ, ഓ ഓ ഇതിൻ്റെ വള്ളം നോക്കാം. ഓ ഈ ഷെയ്ഡർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ജസ്റ്റ് ഇതിൻ്റെ മസ്റ്റായിട്ട് 1080p കാണും പ്ലീസ്. ഇതിൻ്റെ ആ ശരിക്കും ആ ഒരു അനിമേഷൻ ഇത് കറക്റ്റ് ആണോ? ഇതിൻ്റെ അടിക്കൊന്ന് പോയി കേട്ടോ. ഞാൻ പ്രതീക്ഷ പോലെ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും കരുതി, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഇതിൻ്റെ മേലത്തെ അനിമേഷൻ നോക്കാം. ഓ അടിയിലെ ബ്ലോക്ക് വരെ നമുക്ക് നല്ല കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതിന് വാട്ടർ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വെച്ചാൽ ഇതിൻ്റെ സ്കൈ കൊള്ളാം, ഓവറോൾ ഒരു ലുക്ക് കൊള്ളാം. പക്ഷെ കോംപ്ലിമെൻ്ററി അൺബോർഡിൻ്റെ അത്ര കണ്ട് വരുന്നില്ല, എന്താ എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കണ്ടോ. ഒരു ഗ്ലോ കൊടുത്തിട്ടുണ്ട്, സൺലൈറ്റ് തട്ടിനോടുത്ത് പ്രത്യേകമായിട്ട് ഒരു ഗ്ലോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുഖത്ത് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് കൂട്ടിയ പോലെ ഇതിടുമ്പോൾ കണ്ടോ. ഈ ബ്ലോക്ക് കണ്ടോ, ഒരു ബ്രൈറ്റ്നെസ് കൂടിയ പോലെ. നമ്മളെ ഡയമണ്ടിൻ്റെയും അയണിൻ്റെ ഒക്കെ ബ്ലോക്കൊക്കെ ഒരു ബ്രൈറ്റ്നെസ് കൂടിയ പോലെ. എനിക്ക് എന്തോ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡറാണ് ഇൻസാനിറ്റി. ഇതൊരു പ്രത്യേക ടൈപ്പ് ഷെയ്ഡറാണ്. ഇത് ചില ആളുകൾക്ക് പറ്റും, ചില ആളുകൾക്ക് പറ്റില്ല. അതായത് ഇത് പറഞ്ഞാൽ ഈ ഷെയ്ഡർ പറഞ്ഞാൽ ആർക്കില്ല അറിയാം ശരിക്കും. നമ്മൾ ഈ മൈൻഡ് ക്രാഫ്റ്റിൽ ഹൊറർ മോഡ് പാക്ക് കളിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ZKMC പോലെ ആളുകൾ. ഓക്കെ, ഓൽക്കൊക്കെ പറ്റിയ ഷെയ്ഡറാണ്. കാരണം വെച്ചാൽ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ സ്കൈ, ഇതിൻ്റെ ആ മൂണൊക്കെ സണ്ണ് മൂണൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, മുന്നോട്ടൊരു ഫോഗി പോലെയാണ് പോലെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നെതറും അതേപോലെ ഫുൾ ഫോഗി ആയിരിക്കും. ഓക്കെ, പിന്നെ വെച്ചാൽ ഇതിൻ്റെ വാട്ടറൊക്കെ, ഇതിൻ്റെ വാട്ടറിന് ആ ഒരു ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ മുന്നിട്ട ഷെയ്ഡറിൻ്റെ അതിൻ്റെ വാട്ടർ ഒരു രക്ഷയില്ല സത്യം പറയാലോ. കണ്ടോ, ഇതിൻ്റെ വാട്ടർ ഉള്ളിലേക്കൊന്നും കാണുമല്ല. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമല്ലോ, അവർ ഈ രൂപത്തിലാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ആ രൂപത്തിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ വേണ്ടത്, നല്ല ഹൊറിഫിക് ആയിട്ടുള്ള ഷെയ്ഡർ. ഓക്കെ, മോഡ് പാക്ക് ഇതൊക്കെ ഞാനിനി ഹൊറർ മോഡ് പാക്ക് കളിച്ചുമ്പോൾ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ ഇനി ഓർമ്മിക്കണം. ഓക്കെ നമ്മളെ ലാസ്റ്റ് ഷെയ്ഡർ സോളാസ് ഷെയ്ഡർ. ഓക്കെ, സോളാസിൻ്റെ പല ടൈപ്പ് വേർഷൻസ് ഉണ്ട്. അതായത് ഹൈലി അത്രയും മറ്റേ ബിഗ് ഷെയ്ഡേഴ്സൊക്കെ ഉണ്ട്, അതായത് അത്രയും മറ്റേ സൈസ് വരുന്ന ഷെയ്ഡേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് സോളാസിൻ്റെ ഷെയ്ഡർ. ഇതിൻ്റെ പ്രത്യേകത എന്താ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ബ്ലോക്കിന് ശരിക്കും നോക്കാം, ശരിക്കും സൂക്ഷിച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊരു 3D ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലോക്കിന് മൊത്തം. ശരിക്കും ശ്രദ്ധിച്ചാൽ കണ്ടോ ജസ്റ്റ് ഒരു ഇങ്ങനെ പക്ഷെ കാണാൻ രസമുണ്ട്. പക്ഷേ ഇതൊക്കെ കളിച്ചു വെച്ചാൽ അത്യാവശ്യം നല്ല റെഗുലർ ലാപ്പോ അല്ലെങ്കിൽ നല്ല റെഗുലർ സ്പീസിയോ അത്യാവശ്യമാണ് ഇതൊക്കെ കളിക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ നെതറൊക്കെ ശ്രദ്ധിച്ചോ, കണ്ടോ ആ നെതറിൻ്റെ ആ ബ്ലോക്കിന് വരെ ആ ഒരു 3D ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ നെതർ ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നെതർ ഓക്കെ അല്ല കൊള്ളാം നെതർ കൊള്ളാം. ആ ഫോഗി അല്ല കറക്റ്റ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഓല ബ്ലോക്കിന് മൊത്തം ഓല ഇതിലും 3D ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നെതറിൻ്റെ ഈ ബ്ലോക്കൊക്കെ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനും ആ ഒരു 3D ടെക്സ്ചറുകൾ കൊടുത്തിട്ടുണ്ട് നെതറിലാണെങ്കിൽ പോലും. ഓക്കെ, ഇനിയാണ് നമ്മൾ റിയൽ ഗെയിമിൽ പോകാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ മൈൻഡ് ക്രാഫ്റ്റിക്ക് ടെക്സ്ചർ പാക്സ്, റിസോഴ്സ് പാക്സ് ഉണ്ട് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ. കണ്ടോ, ഞാൻ ആദ്യം ഈ റിസോഴ്സ് പാക്സ് ആഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡറിലേക്കാണ്. ഏതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്? നൺ ഓഫ് അനദർ കോംപ്ലിമെൻ്ററി അൺബൗണ്ട്. ഓക്കെ, ഞാൻ കോംപ്ലിമെൻ്ററി അൺബൗണ്ട് ആദ്യം എടുത്തിട്ടുണ്ട്. ഇനി കോംപ്ലിമെൻ്ററി അൺബൗണ്ടിൽ വെച്ചാൽ എനിക്ക് റിസോഴ്സ് പാക്ക് ഞാൻ അത്യാവശ്യത്തിന് മറ്റേ ടെക്സ്ചർ പാക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബെയർ ബോൺസ്. ചില ആളുകൾക്ക് അറിയിക്കാറ് ഇവിടെ ബെയർ ബോൺസ് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ കണ്ടെക്കും. പക്ഷേ എനിക്കെന്താ അറിയില്ല, എനിക്ക് ടെക്സ്ചർ പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലോക്സും കാര്യങ്ങളും നോക്കാം, ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കാണാൻ തന്നെ ഒരു രസം. അത് നോക്കാം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു അനിമേഷനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി. നമ്മൾ നല്ല ഡിസ്നേയിൽ വേണ്ടി നല്ല ക്വാളിറ്റി അനിമേഷനിലെ കാർട്ടൂൺസ് ആണല്ലോ അതുപോലെ. ഇത് കണ്ടോ, ഇത് മൈൻഡ് ക്രാഫ്റ്റ് ട്രെയിലറിൽ എങ്ങനെയാണ് നമ്മളെ അയൺ ഗോൾ ഉണ്ടാവുക അതുപോലെ ഇരിക്കണം. ഓക്കെ ബ്രോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ വാട്ടർ സത്യം പറയാലോ കിട്ടില്ല, എല്ലാം കിട്ടും. ഇത് ഓവറോൾ വൺ ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഇടുമ്പോഴും ഞാൻ കരുതി ലാപ്പിൽ ലാഗ് വരും. നോ വേ, RTX 4050 ഈസ് വേ ബെറ്റർ ദാൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൊള്ളാം. ഇതിൻ്റെ അനിമൽസിൻ്റെ അനിമേഷൻ കണ്ടോ, എല്ലാം പെർഫെക്റ്റ്. ഇത് നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പാക്ക് ഷെയ്ഡർ എന്നാണ് പറയാം. ഓക്കെ, അതായത് ഷെയ്ഡർ കോംപ്ലിമെൻ്ററി അൺബോർഡാണ്. പിന്നെ ഇതിനൊപ്പമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബെയർ ബോൺസ്. ഓക്കെ, ഇതിൻ്റെ വുഡ്, ഇതിൻ്റെ വില്ലേജസ് ഒക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ക്രീപ്പർ എങ്ങനെ നോക്കാം. ക്രീപ്പർ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ, ഒരു 3D പോലെ ഫുൾ ഗ്രീൻ കൊടുത്തത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓല ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്സും അടിപൊളിയാണ്. ഡയമണ്ടിൻ്റെ ബ്ലോക്ക്, അയണിൻ്റെ ബ്ലോക്ക് നൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ നല്ല രസം കാണാൻ. ഓക്കെ, മൊത്തത്തിൽ ഓവറോൾ ഈ ഷെയ്ഡറും കൊള്ളാം.
പക്ഷേ ഈ ഷെയ്ഡിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ശരിക്കും കാണുന്നുണ്ട് നമുക്ക്. വാട്ടറിൻ്റെ അടിയിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അത്യാവശ്യം. സ്കൈ നല്ലതാണ്. ഓക്കെ, ഓവറോൾ ഇതും ബെസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ നെതർ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതിൻ്റെ നെതർ എങ്ങനെയുണ്ടെന്ന് പറയാൻ. ഇതിന് കൊടുത്ത നെതറിന് കൊടുത്ത ബ്ലോക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ അല്ല ആ ഒരു ടെക്സ്ചർ പാക്കിനായിട്ടുള്ള നല്ല നീതി പുലർത്തിയിട്ടോ. ഈ റിസോഴ്സ് പാക്ക് കൊള്ളാം സത്യത പറയാലോ. ആ ട്രീ ഒക്കെ കറക്റ്റ് വലുത് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ശ്രദ്ധിച്ചു നിങ്ങൾ. ഈ ലൈറ്റ് അവിടെ വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റ് മേലെ കൊടുക്കണം. ആ ഗ്ലാസ് പോലെ അവിടെ കറക്റ്റ് കാണുന്നുണ്ട്. വണ്ടർഫുൾ. ലാവ എല്ലാം കിടില്ല. ഓക്കെ, ഈ ടെക്സ്ചർ പാക്ക് കൊള്ളാം സത്യത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിലിപ്പോൾ ഞാൻ റേറ്റ് വെച്ചാൽ ഞാനൊരു 10-ൽ 8.5 കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വെച്ചാൽ റിസോഴ്സ് പാക്കിൽ ഫെയ്ത്ത്ഫുൾ ആഡ്. ഓക്കെ ഇതിലിൻ്റെ ഡയമണ്ട് പിക്കക്സ് ഒക്കെ സച്ചിൻ്റെ പിക്കക്സ് ശ്രദ്ധിച്ചോ നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇതിലെ നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതിൽ ഡയമണ്ടൊക്കെ ഇങ്ങനെ. ഇതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ആണോ. ക്രാഫ്റ്റിംഗ് ടേബിൾ വെറൈറ്റി അല്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിന് മുന്നേ ഇതിൻ്റെ ടെക്സ്റ്ററുകളിൽ മാത്രമായിട്ട് നല്ലൊരു വ്യത്യസ്തമുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇതിൻ്റെ ഇതൊക്കെ ഫർണസും കിട്ടില്ല അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓർസൊക്കെ കിടന്ന് ഷൈൻ ചെയ്യുന്നുണ്ട്. എന്നാൽ കറക്റ്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇതിൻ്റെ വാട്ടർ ചെക്ക് ചെയ്തല്ലേ നമുക്ക്. വാട്ടറും കൊള്ളാം. പക്ഷെ ആ ഒരു നമ്മൾ ഇത് ഏതോ മുമ്പിട്ടൊരു ഷെയ്ഡ് അതിൻ്റെ വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ. പക്ഷെ ഇത് അത്ര ക്ലിയർ കൊള്ളാം. ഇതും കൊള്ളാം. ഓക്കെ, ആൻഡ് ഇതൊക്കെ ഇതിൻ്റെ ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ ഈ ബുഷ് ശ്രദ്ധിച്ചോ, ഈ ഗ്രൗണ്ട് ശ്രദ്ധിച്ചോ. ഇതിനൊക്കെ ഓല് കൊടുത്ത ഒരു ചെറിയൊരു അനിമേഷൻ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരത്തെ കാണാൻ കുറച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ചെയ്താണ് ഈ ടെക്സ്ചർ പാക്ക്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് നമ്മുടെ മൈൻക്രാഫ്റ്റിന്. നമ്മൾ ഇത് ഏതാ വുഡ് മനസ്സിലാവും. ഓക്ലൂഡ്സിൻ്റെ മറ്റേ അവൾ ഇതാക്കി വെക്കൂലേ, ആ വുഡാണ് ഇങ്ങനെ കാണുന്നത്. ടോർച്ചും കൊടുത്ത അനിമേഷനൊക്കെ ഗ്ലാസ്. ഓക്കെ, ഭയങ്കര നൈസാണ്. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ഇതും കൊള്ളാം. അനിമൽസ് ഒന്നും വ്യത്യാസമില്ല. അയൺകോളത്തിന് എന്തെങ്കിലും അയൺകോളത്തിന് കാണാൻ ഡിഫറെൻറ്റ് ഉണ്ട് കണ്ടോ. അയൺകോളത്തിൻ്റെ അനിമേഷൻ നോക്കാം. സാധാരണ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നല്ല ഡിഫറെൻറ്റ് ഉണ്ട് ശ്രദ്ധിച്ചോ. അതിൻ്റെ മേലെ ഒരു പച്ച കളർ ബുഷ് വല്ല സാധനം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കൊള്ളാം. പക്ഷേ എന്തോ എനിക്ക് നേരത്തെ ടെക്സ്റ്റ് പാക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം ഓവറോൾ. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് പാക്ക്. ഓക്കെ, ടെക്സ്റ്റ് പാക്ക് നമ്മൾ ഇനി അടുത്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മിസ്സ എന്ന് പറഞ്ഞുള്ളൊരു ടെക്സ്റ്റ് പാക്ക്. ഇതിൻ്റെ ഈ അനിമേഷനൊക്കെ നോക്കാം. മിസ്സ എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റ് പാക്കിൻ്റെ. ഓക്കെ, ബാക്ക് ടു ഇതാണ് അൾട്രാ റിയലിസ്റ്റിക്കിന് ഒരു എക്സാമ്പിൾ. ഇതിൻ്റെ അയണിൻ്റെ കോലം നോക്കാം ഇങ്ങനെ. ഞാൻ ആദ്യം ഒന്ന് സ്ലീപ്പ് ആയിട്ടോ. നമുക്ക് മോർണിംഗ് ആയാലും ഇതിന് ബെഡൊക്കെ കൊള്ളാലോ. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഈ സൈഡിൻ്റെ ലെക്കിൽ വന്നിട്ട് രാവിലെ കാണാൻ. ഓക്കെ, എനിവേ ഇതിൻ്റെ ഫർണസൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ്. നോർമൽ മൈൻക്രാഫ്റ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ചെസ്റ്റൊക്കെ ചെസ്റ്റിൻ്റെ അനിമേഷനും വേറെ തന്നെ. അതും എനിക്ക് ഇഷ്ടമായി. ഓക്കെ, എനിവേ നമുക്ക് ക്രീപ്പറിനെ നോക്കാം. ഇതെന്താ ഇതിന് സുഖമല്ലേ. എന്താണ് അത് കാട്ടിച്ചിരിക്കുന്നത് ക്രീപ്പറിൻ്റെ പോലെ അതെങ്ങനെ. എനിവേ ഇതിൽ പിക്കാക്സ് ഒക്കെ എൻ്റെ കയ്യിലേക്ക് പിക്കാക്സ് ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ വാട്ടറൊക്കെ വില്ലേജസ് ക്രേസി. ഇത് കാണാനായി അതെന്താ അത് അയൺകോലം നോക്കാം. അയൺകോലൊക്കെ എൻ്റെ ഡിഫറെൻറ്റ്. ഓക്കെ, കൊള്ളാം. പക്ഷേ എനിക്കിത് കണ്ടിട്ട് തീർത്തല്ല ക്യാരക്ടേഴ്സ് നോക്കാം. നമുക്ക് വാട്ടർ നോക്കാം. വില്ലേജസ് ക്രേസി ഉണ്ട്. ഓക്കെ, വാട്ടർ ആവറേജ്. ഓക്കെ, കൊള്ളാം. പക്ഷെ ആവറേജ്. ഓക്കെ, നമുക്ക് നെതറൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ലാഭൊക്കെ ഇങ്ങനെ ക്വാളിറ്റി തീരെ പോരാട്ടെ. ലാഭം അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടില്ല നിങ്ങൾ. അതിൽ മരത്തിന് കുറച്ച് ഷൈനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഇതിൻ്റെ നെതറിൻ്റെ ടേസ്റ്റിന് പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഈ മഞ്ഞത്തൊക്കെ എന്താണ് അവിടുത്തെ കുറച്ച് ട്രീയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. അനിമേഷൻ നല്ല അവതാറൊക്കെ വല്ല എത്തിയ പോലെ ഉണ്ട് അല്ലേ. അവതാർ 1 സിനിമ ഉണ്ടല്ലോ മനസ്സിലാവും, അതിലെത്തിയ പോലെ ഉണ്ട്. കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്കിത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഏതാനിപ്പോൾ അല്ലത് പാട്രിക്സ് ഉണ്ട്. ഇതെടുക്കോ. ഇത് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ബീറ്റാ വേർഷൻ എന്നൊക്കെ പറയണ്ടല്ലോ. ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ തന്നെ ബ്ലോക്കും ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ. ഇതിൻ്റെ അയണമൊക്കെ അയണാണ് തന്നെ തോന്നുന്നില്ല. സത്യം പറഞ്ഞ ഒരു കല്ലുമ്പോൾ കോഴിക്കാട്ടം നേശ പോലെ ഉണ്ട്. ഡയമണ്ട് കൊള്ളാം. പക്ഷെ ആ കളറിനാണ്. പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ നൈസായിട്ടുണ്ട്. പിന്നെ ഇത് ഫർണസ് ഇതിന് നമ്മൾ മുന്നിൽ കണ്ട ഇതിന്ന് കോപ്പി അടിച്ച പോലെ എനിക്ക് തോന്നി. ഓക്കെ, എനിവേ വില്ലേജസ്
അവിടെ എനിക്ക് ഈ അനിമേഷൻ കാണുമ്പോൾ എനിക്ക് ചിരി വരും എന്ത് എനിവേ. ഓ ഇതിന് വുഡ് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. അയൺഗോലം ഓ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നോക്കാം ഇതിൻ്റെ ടോർച്ചൊക്കെ ഡിഫറെൻ്റാണ്. എനിവേ ഇതാ ഇതും കൊള്ളാം, ബെഡും കൊള്ളാം. ഓക്കെ നമ്മളെ ലാസ്റ്റ് റിസോഴ്സ് പാക്ക് പാട്രിക്സ്. ഓക്കെ ഓ പാട്രിക്സും കൊള്ളാം. പക്ഷെ ഇതെന്താ ഒരു കാട്ടിച്ചു ക്രീപ്പർ എല്ലാ ഷെയ്ഡറും ടെക്സ്റ്റൊക്കെ ഈ ക്രീപ്പറിന് ഒഴിവാക്കിയോ. പക്ഷെ ഇതിൻ്റെ സ്റ്റോണും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊള്ളാം. അൾട്രാ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ പിന്നെ ഇതിൻ്റെ ടോർച്ച് വുഡിൻ്റെ ടെക്സ്ചർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓറ് ഇതെന്താ അയണൊക്കെ ഇങ്ങനെ അയണും ഡാമേജ് പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എനിവേ അയൺകോലം എടാ അയൺകോലത്തിൽ ഇത് എത്ര കണ്ട 1 2 3 എടാ അയൺകോലത്തിൽ ഇവിടെ വരെ കണ്ട് അയൺകോലത്തിൽ ഓ വില്ലേജസ് ഒക്കെ നോർമൽ കേട്ടോ. പിന്നെ ഇതാ ഓവറോൾ ഇതാ ഈ ഒരു ടെക്സ്ചർ റിസോഴ്സ് പാക്കിങ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ കാണാൻ കുഴപ്പമില്ല. പിന്നെ ഇതാ വാട്ടറൊക്കെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം, വാട്ടറും കൊള്ളാം. നമുക്ക് അതിന് അടിയിൽ കൊണ്ട് പോയേക്കാം. എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചാൽ എനിക്ക് വള്ളത്തിനടിക്കുന്ന എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണും. പക്ഷെ ഇത് ഒരു ഷാഡോ പോലെ കാണും. ഓക്കെ ഇതിൻ്റെ മേലെ അനിമേഷൻ കൊള്ളാം, മേലെ നോക്കുമ്പോൾ അനിമേഷൻ കൊള്ളാം. ഓവറോൾ കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ നമുക്ക് ഇതിനെ വില്ലേജിൻ്റെ ഉള്ളിൽ കയറിക്കാം. ഓ ഇത് ഒരു വിൻറ്റേജ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഈ ഒരു ടെക്സ്ചർ പാക്ക്. ബെഡൊക്കെ നോക്കാം കറക്റ്റ് ഒരു വിൻറ്റേജ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടൈപ്പ് വില്ലേജിൻ്റെ ഉള്ളിൽ കയറിയേക്കാം. ഓ ഇപ്പോഴല്ലേ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലായത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ എനിവേ കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കുക. എല്ലാവരും 1080p തന്നെ വീഡിയോ കണ്ടു ഞാൻ വിശ്വസിക്കണേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡും ടെക്സ്ചർ പാക്ക് ഏതാണെന്ന് ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. നമുക്ക് ഇനിയും ബെസ്റ്റ് വീഡിയോസ് ആയിട്ട് വരാം. ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നെക്സ്റ്റ് വേണോ അതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിം വേണോ? എനിവേ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ ഞാൻ ഇത് കൺസിസ്റ്റൻറ്റ് യൂട്യൂബർ ഇസ് ബാക്ക്. എനിവേ നമുക്കിനി നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ ലെറ്റ്സ് ഗോ.